ഒരു മൺപാത്രത്തിന് വിലയുണ്ടാകുന്നത് എപ്പോഴാണെന്നറിയാമോ? കുശവൻ മണ്ണ് വെട്ടിയെടുത്ത് അത് കുഴച്ച് ഒരാകൃതി നൽകി വെയിലത്ത് വെച്ച് ഉണക്കി തീയിൽ ചുട്ട് പാകമാകുമ്പോഴാണ് ആ മൺപാത്രത്തിന് വിലയും ഗുണവും മൂല്യവും ഉണ്ടാകുന്നത്. അതൊരു പാത്രമായി കഴിയുമ്പോൾ ആ മൺപാത്രം വിചാരിക്കുകയാണ്, ഞാനാണ് ഈ ലോകത്തിലേക്കും ഏറ്റവും ശ്രേഷ്ഠൻ, ബാക്കി എല്ലാവരും എന്നെക്കാൾ ചെറുതാണെന്ന് വിചാരിച്ചാലോ? ഒരു ചെറിയ വീഴ്ച മതി ആ പാത്രം പഴയതുപോലെ മണ്ണാകാൻ, അല്ലേ? ചില മനുഷ്യർ ഇതുപോലെയാണ്. ഒരു പേരോ അല്പം പ്രശസ്തിയോ അല്പം ധനമോ കിട്ടിക്കഴിയുമ്പോൾ അയാൾ വിചാരിക്കുകയാണ്, ഞാനാണ് ഈ ലോകത്തിലേക്കും വലിയവൻ, എനിക്ക് മുന്നിലുള്ള എല്ലാവരും ചെറുതാണെന്ന് വിചാരിച്ചാലോ? ഈ മൺപാത്രത്തെ പോലെ ഒരു ചെറിയ വീഴ്ചയോ ഒരു ചെറിയ അശ്രദ്ധയോ ജീവിതത്തിൽ ഉണ്ടായാൽ മതി, അയാൾ പഴയ പോലെയായി മാറും. അതുകൊണ്ട് ലഭിക്കുന്ന നന്മകളിൽ നിന്നുകൊണ്ട് മറ്റുള്ളവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ നമ്മൾ പരിശ്രമിക്കണം. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ നമ്മൾ സ്മരിക്കപ്പെടുകയുള്ളൂ. ഇല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നമ്മൾ മരിക്കപ്പെടും. അതുകൊണ്ട് ചിന്തിക്കുക, നമ്മൾ സ്മരിക്കപ്പെടണമോ മരിക്കപ്പെടണമോ? ശരിയല്ലേ? എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.